സുഹൃത്തെ, ഞാൻ ജസിൽ മാസ്റ്റർജിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എത്തിയിരിക്കുന്നത് എല്ലാവരും കാത്തിരുന്ന ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എന്നുള്ള പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ LGSലേക്ക് ഇപ്പോൾ കേരള PSC അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നമുക്കറിയാം, LD ക്ലർക്കും LGSും ഒരു ഏട്ടനനിയൻ്റെ മാതിരിയാണ്. സോ ആ LGSലേക്കുള്ള ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർജി കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നമുക്ക് വീഡിയോക്ക് ഒരു നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഒക്കെ നമ്മളെ കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ റീച്ച് ചെയ്യാൻ സഹായിക്കും. എന്നാൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കേരള PSC ഡിസംബർ 15 വന്ന പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് കാറ്റഗറി നമ്പർ 535/2023 എന്നുള്ള കാറ്റഗറി നമ്പർ വന്നിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എന്നുള്ള പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. സാലറി വരിക 23,000 രൂപ മുതൽ 50,200 രൂപ വരെയാണ്. ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എന്ന് പറയുമ്പോൾ പ്യൂണ് അല്ലെങ്കിൽ ഓഫീസ് അറ്റൻഡൻറ്റ് അല്ലെങ്കിൽ വാച്ച്മാന്, അങ്ങനെ ആ ലെവലിൽ വരുന്ന പോസ്റ്റുകളാണ് വാച്ച്മാൻ എന്നുള്ളതിലുണ്ടാവുക. ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് എന്നുള്ളതിലുണ്ടാവുക. അതായത് ഓരോ ഓഫീസിലുള്ള ഏറ്റവും അവസാനത്തെ പോസ്റ്റ് അതാണ് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്. ഇതിലേക്കെന്ന് വെച്ചാൽ കേരള PSCയിൽ കിട്ടാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള എക്സാം, ഇതിലും എളുപ്പം വേറെ എക്സാമുകൾ ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ യോഗ്യത എന്ന് വെച്ചാൽ 7ാം ക്ലാസ് യോഗ്യതയാണ്. 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ സിലബസിൽ വരുന്ന എക്സാമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ടഫ് എക്സാം ഒന്നും ആയിരിക്കില്ല. പിന്നെ മാത്സ് ആയാലും സയൻസ് ആയാലും GK ആയാലും എല്ലാം ഒരു ലെവല് വളരെ കുറഞ്ഞിട്ടുള്ള എക്സാമുകളായിരിക്കും. ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബാക്കി ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 7ാം ക്ലാസ് യോഗ്യത ഉള്ള ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഇതിൻ്റെ പ്രത്യേകത. സോ ഇതിൻ്റെ നോക്കാം. വകുപ്പ് വിവിധങ്ങളായിട്ടുള്ള വകുപ്പുകളുണ്ട്. ഉദ്യോഗസ്ഥൻ്റെ പേര് ലാസ്റ്റ് ഗ്രേഡ് സർവൻ്റ് എന്നാണ്. ശമ്പളം വരുന്നത് 23,000 രൂപ മുതൽ 50,200 രൂപ വരെയാണ്. നല്ല സാലറി തന്നെയാണ്. ജില്ലാ അടിസ്ഥാനത്തിലാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജില്ലയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. തിരുവനന്തപുരത്താണെങ്കിൽ അങ്ങനെ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ ഉണ്ടാവാറുള്ളത് തിരുവനന്തപുരത്താണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലും എവിടെ വേണമെങ്കിലും അപേക്ഷിക്കാവുന്നതാണ്. ഒഴിവുകൾ നോക്കി അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, എന്തായാലും പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ എത്ര എന്നുള്ളത് പറഞ്ഞിട്ടില്ല. എന്തായാലും കേരളത്തിലെ 14 ജില്ലകളിലും അവസരങ്ങളുണ്ട്. സോ ജില്ലയൊക്കെ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ നോക്കിയൊക്കെ അപേക്ഷിക്കുക. അതിനുള്ള കൂടുതൽ വീഡിയോസൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഏത് ജില്ലയിൽ അപേക്ഷിച്ചാലാണ് ജോലി കിട്ടാൻ സാധ്യത എന്നുള്ളൊക്കെ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ഒക്കെ നിങ്ങൾ നോക്കിയിട്ട് ഒക്കെ അപേക്ഷിക്കുക. അല്ലെങ്കിൽ സ്വന്തം ജില്ലയിൽ അപേക്ഷിച്ചിട്ട് ജോലി നേടിയെടുക്കുന്നതാണ് അതിൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് നോക്കിയിട്ട് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് അപേക്ഷിക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് നോക്കാനുള്ളത് നിയമന രീതി. നേരിട്ടുള്ള നിയമനമാണ്. എക്സാമിനേഷൻ ഉണ്ടാവും. എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിൽ നേരിട്ടുള്ള നിയമനമായിരിക്കും. പിന്നെ എക്സാമിനേഷന് ശേഷം ഒരു ലിസ്റ്റ് ഇടും. ആ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ജോലി കിട്ടുക. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാം. അതായത് നിങ്ങൾ 2/1/1987 1/1/2005 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളും ഉൾപ്പെടും. SC/STക്കാർക്ക് 5 വർഷത്തെയും OBCക്കാർക്ക് 3 വർഷത്തെയും പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. മറ്റു PWD കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, അംഗവൈകല്യം കാര്യങ്ങളൊക്കെ അല്ലേ, അവർക്കും പ്രായത്തിൻ്റെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ എക്സ് സർവീസ്മെൻ അവർക്കും ഉണ്ടാവും ഇളവുകൾ. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത 7ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ് യോഗ്യത. പിന്നെ ബിരുദം നേടിയിരിക്കാനും പാടില്ല. 7ാം ക്ലാസ് അല്ലെങ്കിൽ ബിരുദം ഉണ്ടായിരിക്കും. അത് ബിരുദം പാസ്സാവരുത്. ഇപ്പോൾ നിങ്ങൾ ബിരുദമൊക്കെ ചെയ്ത ആൾ 1-2 പേപ്പറോ കിട്ടാനുള്ളവരാണെങ്കിലൊക്കെ അപേക്ഷിക്കാം. ബിരുദം പാസ്സാവരുതെന്നുള്ള ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, പിന്നീട് ഇതിൽ നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇതിലേക്ക് ആപ്ലിക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് ഒരു ഫീസും ഇല്ല. നിങ്ങൾ ജസ്റ്റ് കേരള PSCയിൽ 1 ടൈം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ അതിൽ നിങ്ങളെ യൂസർ നെയിമും പാസ്വേഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്യുക. ശേഷം നോട്ടിഫിക്കേഷനിൽ പോവുക. നോട്ടിഫിക്കേഷനിൽ ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസീസ് ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്താൽ LGS കാണാം. LGS ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഏത് ജില്ലയാണ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടുതൽ ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഡയറക്റ്റായിട്ട് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശേഷം എക്സാമിനേഷൻ്റെ സമയം വരുമ്പോൾ നിങ്ങളൊരു കൺഫർമേഷൻ കൊടുക്കേണ്ടി വരും. എക്സാമിനേഷൻ എഴുതുന്നുള്ള ആ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാം. പിന്നീട് ഹോൾ ടിക്കറ്റ് വരും. എക്സാമിനേഷൻ്റെ ഒരു 15 ദിവസം മുന്നേ ഹോൾ ടിക്കറ്റ് വരും. ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട്
നിങ്ങൾ എക്സാമിനേഷൻ എഴുതുക. നിങ്ങളുടെ എക്സാമിനേഷൻ്റെ പെർഫോമൻസിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യത. ഓക്കെ, താഴെ പറയുന്ന തസ്തികകളാണ് പ്രധാനമായിട്ടും ഇതിലേക്ക് വരിക. ഇതിലേക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റും. പക്ഷേ താഴെ പറയുന്ന പോസ്റ്റുകൾ എന്താണ് പുരുഷന്മാർക്ക് മാത്രം പറയുന്ന പോസ്റ്റുകളാണ്. വാച്ച്മാൻ, വാച്ചർ, ചൗക്കിദാർ, ക്ലീനർ കം കണ്ടക്ടർ, ക്ലീനർ, ലാസ്കർ, ഗാർഡ്, ഗേറ്റ് കീപ്പർ. ഓക്കെ, അങ്ങനെയുള്ള ഇങ്ങനത്തെ പോസ്റ്റുകളാണ് LGSൽ ഉണ്ടാവുക. ഓക്കെ, അതായത് നിങ്ങൾക്കറിയാം ഏറ്റവും താഴേക്കിടയിലുള്ള, അതായത് ഏറ്റവും അവസാന ലെവലിൽ വരുന്ന പോസ്റ്റുകൾ, താഴേക്കിടയിലൊന്നും പറയണ്ട, ഏറ്റവും ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സാലറി സ്കെയിൽ വരുന്ന കുഴപ്പമില്ലാത്ത ജോലി തന്നെയാണ്. ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ജോലി കൂടിയാണിത്. അതുകൊണ്ട് തന്നെ കേരള PSCയിൽ ഇതുവരെ അപേക്ഷിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ അവരിപ്പോൾ തന്നെ സന്ദർശിക്കേണ്ട വെബ്സൈറ്റാണ് www.keralapsc.gov.in എന്നുള്ള വെബ്സൈറ്റിൽ പോവുക. എന്നിട്ട് അതിൽ വൺ ടൈം പ്രൊഫൈൽ അല്ലെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്നുള്ള ഒരു ടാബ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചറൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ തന്നെ ഒരു നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തോളൂ. എന്നിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ജനുവരി 17 വൈകിട്ട് രാത്രി 12 മണി വരെ അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. ഓക്കെ, എന്തായാലും ഇപ്പോൾ തന്നെ നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്തോളൂ. എന്തായാലും ഇത്രത്തോളം കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോ നോക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ഒരു ലൈക്ക് തന്നിട്ട് പോയിക്കോളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ നെക്സ്റ്റ് വീഡിയോ.